ഗൈസ്, വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രഗ് ആക്ടിങ് ഓൺ ഐയിൽ മിഡ്രിയാട്രിക്സ് ആണ്. പെട്ടെന്ന് തീരും കേട്ടോ, ഒരു 10 മിനിറ്റത്തെ ക്ലാസ് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് മിഡ്രിയാട്രിക്സ് എന്ന് അറിയണം. സോ മിഡ്രിയാട്രിക്സ് ആർ ദ ഏജന്റ് ദാറ്റ് ഡൈലേറ്റ് ദ പീപ്പിളിനെ ഡൈലേറ്റ് ചെയ്യുന്ന ഏജന്റുകളെയാണ് നമ്മൾ മിഡ്രിയാട്രിക്സ് എന്ന് പറയാം. ഇനി വേറൊരു കാര്യം കൂടെ അറിയണം. ഇനി സൈക്ലോപ്ലെജിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ സൈക്ലോപ്ലെജിക്സ് എന്നും പറയും. സോ വാട്ട് ഈസ് സൈക്ലോപ്ലെജിക്സ്? കോസ് പാരലിസിസ് ഓഫ് ദി സിലറി ബോഡി. നമ്മുടെ കണ്ണിലുള്ള സിലറി ബോഡീസിനെ പാരലിസ് ചെയ്യുന്ന സാധനമാണ് സൈക്ലോപ്ലെജിക്സ്. സോ ബേസിക്കലി മിഡ്രിയാട്രിക്സും സൈക്ലോപ്ലെജിക്സും ഒരുമിച്ചാണ് വരിക. നമുക്ക് മിഡ്രിയാട്രിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. സോ 2 ക്ലാസ് ഓഫ് മിഡ്രിയാട്രിക്സ് ആർ അവൈലബിൾ. ഇനിയാണ് ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അഡ്രിനർജിക് അഗോണിസ്റ്റ്. എന്താണ് അഡ്രിനർജിക് അഗോണിസ്റ്റ്? രണ്ടാമത്തത് കോളിനർജിക് ആന്റഗോണിസ്റ്റ്. മനസ്സിലായില്ലേ? അഡ്രിനർജിക്കുമുണ്ട്, കോളിനർജിക്കുമുണ്ട്. ഓക്കെ, അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും ആണ്. അഡ്രിനർജിക് ആണെങ്കിൽ അഡ്രിനലിൻ, കൊക്കെയിൻ, ഫിനൈലെഫ്രിൻ ആൻഡ് ഹൈഡ്രോക്സി ആംഫിറ്റമൈൻ. സോ ഈ ഡ്രഗ്സും ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും. സോ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകത്തേ ഉള്ളൂ കേട്ടോ. സോ ഇതെന്തൊക്കെയാണ് ചെയ്യാന്ന് വെച്ചാൽ, കോസ് പ്യൂപ്പിളറി ഡൈലേഷൻ, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യാറുണ്ട്. ഇൻക്രീസ് ഇൻ അക്വസ് ഔട്ട്ഫ്ലോ കൂട്ടാറുണ്ട്. ഡിക്രീസ് അക്വസ് ഫോമേഷൻ കുറയ്ക്കാറുണ്ട്. റിലാക്സേഷൻ ഓഫ് സിലറി മസിൽസ് റിലാക്സ് ചെയ്യാറുണ്ട്. ഇപ്പോഴും പറയുന്നു, ഇത് മിഡ്രിയാട്രിക്സ് ആണ്, സൈക്ലോപ്ലെജിക്സ് അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് കോളിനർജിക് ആന്റഗോണിസ്റ്റുകളാണ്. സോ കോളിനർജിക് ആന്റഗോണിസ്റ്റിന് എക്സാമ്പിൾ ആണ് ട്രോപ്പിക്കമൈഡ് ആൻഡ് കോസസ് മിഡ്രിയാസിസ് ആൻഡ് സൈക്ലോപ്ലീജിയ. ഈ കോളിനർജിക് ആന്റഗോണിസ്റ്റുകൾ ഒരേ സമയത്ത് മിഡ്രിയാസിസും സൈക്ലോപ്ലീജിയും ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ സൈക്ലോപ്ലീജിയ കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് നമുക്ക് പഠിക്കേണ്ട എന്നിട്ട് സൈക്ലോപ്ലീജിയ മെൻഷൻ ചെയ്തു, അങ്ങനെയല്ല. ഇത് കാരണമാണ് ഞാൻ മെൻഷൻ ചെയ്തത് കേട്ടോ. സോ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഇനി അഡ്രിനൽ നോക്കിയാലോ, അഡ്രിനലും കൊക്കൈൻ ഒരുമിച്ചാണ്. സോ അഡ്രിനൽ ആണെങ്കിൽ മിഡ്രിയാസ് തന്നെയാണ്. 1:1000 സൊല്യൂഷൻ യൂസ്ഡ്. റിപ്പീറ്റ് ഇൻ 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ 1:1000 സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ആൻഡ് സിവിയർ ഇറൈറ്റിസ്. സോ ഇറൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. മിഡിൽ ലെയർ ഓഫ് ദ ഐന്റെ ഇൻഫ്ലമേഷൻ ആണ് ഇറൈറ്റിസ്. സോ നമ്മൾ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിലും സിവിയർ ഇറൈറ്റിസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കൊക്കൈൻ ആണ്, ആൽക്കലോയിഡ് ആണ്, ടോക്സിക് ടു കോർണിയൽ എപ്പിത്തീലിയം. കോർണിയൽ എപ്പിത്തീലിയം ടോക്സിക് ആണ്. അതുമാത്രമല്ല ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് അമൈൻ ഓക്സിഡേസിനെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുവാണ് ചെയ്യുക. റെഡ്യൂസ് ദ അപ്ടേക്ക് ഓഫ് നോർ എപ്പിനെഫ്രിൻ്റെ അപ്ടേക്കിനെ കുറയ്ക്കുകയും അതുമാത്രമല്ല അമൈൻ ഓക്സിഡേസിന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. യൂസ് ടു ഡയഗ്നോസ് ഹോർണർ സിൻഡ്രം. സോ ഹോർണർ സിൻഡ്രം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ, അതെങ്ങനെ കണ്ണിലൊഴിക്കേണ്ടതെന്നുള്ള കുറച്ചൊരു ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് അതിൻ്റെ അത്രയൊന്നും ആവശ്യമില്ല. സോ ബേസിക്കലി ഹോർണർ സിൻഡ്രം എന്ന് പറയുന്നത് ഒക്ലോ സിമ്പത്തറ്റിക് പാൾസി അല്ലെങ്കിൽ ബെർണാഡ് ഹോൺ സിൻഡ്രം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സോ ഇത് നമ്മുടെ ഫേസിനെയും ഐനെയും ബാധിക്കുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ്. സോ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കൈൻ യൂസ് ചെയ്യാറുണ്ട്. സോ അഡ്രിനലിൻ പറഞ്ഞു മിഡ്രിയാസ് ആണ്. സോ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ആൻഡ് സിവിയർ ഇറൈറ്റിസ് ഇൻഫ്ലമേഷൻ യൂസ് ചെയ്യാറുണ്ട്. കൊക്കൈൻ പറഞ്ഞു ആൽക്കലോയിഡ് ആണ്, കോർണിയൽ എപ്പിത്തീലിയം ടോക്സിക് ആണ്, അമൈൻ ഓക്സിഡേസിന്റെ ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു ആൻഡ് എന്നിന്റെ അപ്ടേക്ക് കുറയ്ക്കുകയാണ് ചെയ്യുക. And used to diagnose Horner syndrome. So next one is phenylephrine hydrochloride ആണ്. So causes pupil dilation and conjunctival vasoconstriction. എന്തൊക്കെയാണ്? പ്യൂപ്പിൾ ഡൈലേഷൻ ഉണ്ടാകുന്നത് നോർമലി ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. ആൻഡ് കൺജക്റ്റൈവൽ വാസോകൺസ്ട്രിക്ഷൻ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കൺജക്റ്റൈവൽ വാസോകൺസ്ട്രിക്ഷൻ ഉണ്ടാവുന്നു. ഈ ആക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. തൈമോക്സമൈൻ 0.1% ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ റിവേഴ്സ് ദ ആക്ഷൻ. ഒന്നും കൂടെ പറയാം, ഈ തൈമോക്സമൈൻ 0.1% നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ റിവൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. സൈക്ലോപ്ലീജിയ റിഫ്രാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ബിഫോർ ഇൻട്രാ ഓക്കുലർ സർജറി ഒക്കെ ചെയ്യില്ലേ, അതിന് മുന്നേ നമുക്ക് ഈ വാസോ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇൻ ദി കൺജക്ഷൻ വിത്ത് മയോട്ടിക്സ് കാരണമുള്ള കൺജക്ഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്യണം. ഡൈലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്
യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഡൈലേഷന് വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. സർജറി സമയത്തൊക്കെ നല്ലപോലെ പ്യൂപ്പിൾ ഡൈലേറ്റ് ആവാനും നമുക്ക് ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. സോ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്, ട്രാൻസിൻ സ്ട്രിങ്ങിങ്, ബ്ലറിങ്, സിസ്റ്റമിക് എഫക്ട് ലൈക്ക് പാൽപിറ്റേഷൻ, ടാക്കിക്കാർഡിയ. സോ ടാക്കിക്കാർഡിയും പാൽപിറ്റേഷനും ഒക്കെ ഉണ്ടാകും, സിസ്റ്റമിക് എഫക്റ്റുകളാണ്. ബ്ലറിങ് ഉണ്ടാവുക, ഇതൊക്കെ നോർമലി ഉണ്ടതാണ്. ആൻഡ് ട്രാൻസിൻ സ്റ്റിങ്ങിങ്ങും ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ ജസ്റ്റ് അതിൻ്റെ യൂസുകൾ മാത്രം നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് ഇങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതുവരെയായിട്ടും അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് നോക്കി വെക്കുക. ഈ നമ്മൾ ഓൾറെഡി ഫിനൈൽ എഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ഒക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, അല്ലാണ്ട് ഡ്രഗ്സിലൊക്കെ നമ്മൾ അല്ലാണ്ട് തന്നെ പഠിക്കും കേട്ടോ. സോ എന്താണ് ട്രാൻസിൻ സ്ട്രിഞ്ചിങ് എന്ന് വെച്ചാൽ ലൈക്ക് ഫീലിംഗ് ഓഫ് പിൻ ആൻഡ് നീഡിൽ ദാറ്റ് ഹാപ്പൻ വെൻ യു ചേഞ്ച് പൊസിഷൻ ആൻഡ് റിലീസ് ദ പ്രഷർ ഓഫ് ദ നെർവ് ഓഫ് ബ്ലഡ് വെസൽ ഇൻ ദ ബോഡി പാർട്ട്. നമ്മുടെ ശരീരത്തിലുള്ള എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രഷറൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പിന്ന് കൊണ്ട് കുത്തുന്ന വേദന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അതിനെയാണ് നമ്മൾ ട്രാൻസിൻ സ്ട്രിഞ്ചിങ് എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്സി ആംഫിറ്റമൈൻ ആണ്. സോ ഒരു ഇൻഡയറക്റ്റ് ആക്ടിങ് അഡ്രിനർജിക് ഡ്രഗ് ആണ്. ഇൻഡയറക്റ്റ് ആക്ടിങ് അഡ്രിനർജിക് ഡ്രഗ് ആണ്. ആൻഡ് റിലീസ് നോർ എപ്പിനെഫ്രിൻ റിലീസ് ചെയ്യും. എവിടെ നിന്ന്? പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും? നോർ എപ്പിനെഫ്രിൻ റിലീസ് ചെയ്യും. യൂസ് ടു ഡിഫറൻഷിയേറ്റ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഹെറോൺ സിൻഡ്രം ഫ്രം പ്രീ ഗാംഗ്ലിയോണിക് ഹെറോൺ സിൻഡ്രം. സോ നമ്മൾ ഈ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഹെറോൺ സിൻഡ്രം ആണോ അല്ലെങ്കിൽ പ്രീ ഗാംഗ്ലിയോണിക് ഹെറോൺ സിൻഡ്രം ആണോ എന്നറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഹൈഡ്രോക്സി ആംഫിറ്റമൈൻ എന്ന് പറയുന്നത് കേട്ടോ. സോ സിമ്പിൾ ഡ്രഗ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ട്രോപ്പിക്കമൈഡ് ആണ്. സോ ബ്ലോക്ക് ദ എഫക്ട് ഓഫ് അസറ്റിൽ കൊളൈൻ്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് കോസ് മിഡ്രിയസ് ആൻഡ് സൈക്ലോപ്ലീജിയ. ലൈക്ക് പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുകയും ചെയ്യും, ലൈക്ക് സൈക്ലോപ്ലീജിയ ഉണ്ടാവുകയും ചെയ്യും. ആക്ട് റാപ്പിഡ്ലി, പെട്ടെന്ന് ആക്ട് ചെയ്യും. എഫക്ട് ലാസ്റ്റിംഗ് 6 to 8 hours, 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ട്രോപ്പിക്കമൈഡ്. ആൻഡ് കോമൺലി യൂസ്ഡ് ഡ്യൂ ടു ഇറ്റ് സേഫ്റ്റി പ്രൊഫൈൽ ഇൻ കാർഡിയക് പേഷ്യൻസ് റാപ്പിഡ് ആക്ഷൻ. കാർഡിയക് പേഷ്യൻറ്റിൽ നമുക്ക് സേഫ്റ്റി പ്രൊഫൈൽ ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രഗാണ് ട്രോപ്പിക്കമൈഡ്. സോ ശ്രദ്ധിച്ച് വെക്കുക, ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. These agents are crucial in ophthalmic diagnosis and treatment, but their usage requires careful consideration on contraindication, potential adverse effects. So, നമ്മൾ ഒപ്താൽമിക് ഡയഗ്നോസിലും ട്രീറ്റ്മെൻറ്റിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന് അതിൻ്റേതായ എന്താണ് കോൺട്രാൻഡിക്കേഷൻസും അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ട് എന്നുള്ളതാണ്. സോ മനസ്സിലായ ട്രോപ്പിക്കമൈഡ് എന്തൊക്കെയാണ്? മിഡ്രിയസും സൈക്ലോപ്ലീജിയ ഉണ്ടാകും. 6 മുതൽ 8 മണിക്കൂറൊക്കെ എൻ്റെ ആക്ഷൻ ഉണ്ടായിരിക്കുക. സേഫ്റ്റി പ്രൊഫൈൽ ഉണ്ട്, അതുകൊണ്ട് കാർഡിയക് പേഷ്യൻ്റ് എളുപ്പം ഉപയോഗിക്കാൻ പറ്റും. ഒപ്താൽമിക് ഡയഗ്നോസിലും ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം? അതിന് ഇൻഡിക്കേഷനും പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ആ ഡ്രഗുകൾ നോക്കാം. നമ്മൾ ഈ ഡ്രഗുകൾ ഇനി നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആണ് ബൈ ദ ബൈ.